കഴിഞ്ഞ ദിവസമാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി BDS വിദ്യാർത്ഥിയായ നിതിൻ രാജ് ജീവനൊടുക്കിയത്. ഇന്നലെ നിതിൻ രാജ് വീട്ടിലേക്ക് എത്തേണ്ടതായിരുന്നു. വൈകുന്നേരം 3 മണിവരെ നിതിനുമായി സംസാരിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നു. എന്നാൽ ചേതനയേറ്റ നിതിൻ്റെ ശരീരമാണ് ആ വീട്ടിലേക്ക് എത്തിയത്. ഒരു ഡോക്ടറായി തിരിച്ചെത്തുമെന്ന് കരുതിയിരുന്ന രക്ഷിതാക്കൾക്ക് മുന്നിലേക്ക് നിതിൻ്റെ മൃതദേഹം എത്തിയപ്പോൾ അതിവൈകാരികമായ കാഴ്ചകളാണ് കാണാനായത്. മകന്റെ മൃതദേഹം കണ്ട് മാതാപിതാക്കൾ തളർന്നു വീണു. കോളേജിന്റെ മുകളിൽ നിന്ന് നിതിൻ ചാടി എന്ന് പറഞ്ഞാണ് ആദ്യം അധികൃതർ വിളിച്ചതെന്നും എത്രയും പെട്ടെന്ന് വരണം എന്ന് മാത്രം പറഞ്ഞുവെന്നും നിതിൻ്റെ സഹോദരി ഭർത്താവ് അശോക് കുമാർ പറയുന്നു. വാർത്തയിലൂടെയാണ് പിന്നീട് നിതിൻ്റെ മരണവിവരം അറിയുന്നത്. കോളേജ് അധികൃതർ തങ്ങളെ അറിയിച്ചില്ലെന്നും അശോക് കുമാർ പറഞ്ഞു. തനിക്കെതിരെ അധിക്ഷേപം നടക്കുന്ന കാര്യം നിതിൻ സ്ഥിരം പറയുമായിരുന്നു. അധിക്ഷേപിക്കുന്നവരുടെ കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്ത അധ്യാപകരുടെ പേരുകളും ഉണ്ടായിരുന്നു. തെരുവ് പട്ടി അല്ലേ നീ എന്ന് നിതിനോട് പലതവണ ചോദിച്ചിരുന്നു. ഇവിടെ പഠിക്കാൻ എന്ത് അർഹതയുണ്ടെന്നും ചോദിച്ചു. അധിക്ഷേപം നേരിട്ടപ്പോൾ ഒരു തവണ പ്രതികരിച്ചു. അതോടെയാണ് സ്ഥിരമായി അപമാനിക്കാൻ തുടങ്ങിയെന്നും നിതിൻ ഒരിക്കലും ജീവൻ ഒടുക്കില്ലെന്നും അശോക് കുമാർ പറഞ്ഞു. നിതിന്റെ മരണത്തിൽ വകുപ്പ് മേധാവി റാമിനെതിരെ കുടുംബം രംഗത്ത് വന്നിരുന്നു. വകുപ്പ് മേധാവിയുടെ മാനസിക പീഡനമാണ് നിതിൻ രാജിന്റെ മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ജാതിയുടെയും നിറത്തിന്റെയും അടിസ്ഥാനത്തിൽ HOD അധിക്ഷേപിച്ചിരുന്നതായി നിതിന്റെ പിതാവ് രാജനും ആരോപിച്ചു. കുട്ടിയെ പുഴുത്ത പട്ടി എന്നാണ് വകുപ്പ് മേധാവി വിളിച്ചിരുന്നതെന്ന് അമ്മ ലതയും പറഞ്ഞു. സീനിയേഴ്സിന്റെ ഭാഗത്തു നിന്നും റാഗിംഗ് ഉണ്ടായെന്നും ആരോപണമുണ്ട്. തുടർന്ന് ആരോപണ വിധേയരായ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അന്വേഷണ വിധേയമായാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. കോളേജിന്റെ ഭാഗമായി ആഭ്യന്തര അന്വേഷണത്തിനായി സമിതി രൂപീകരിക്കുകയും ചെയ്തു. നിതിൻ രാജ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പിന്നീട് പുറത്തു വന്നു. അധ്യാപകർ കൂട്ടത്തോടെ അധിക്ഷേപിച്ചുവെന്നും അധ്യാപകൻ വിഡ്ഢി എന്ന് വിളിച്ചുവെന്നും നിതിൻ പറയുന്നു. സ്റ്റാഫ് റൂം എന്നത് കൂട്ടമായി ആക്രമിക്കുന്ന ഒരു സ്ഥലമാണ്. വീട്ടുകാരെ കളിയാക്കി സംസാരിച്ചു. ഇന്റേണൽ മാർക്ക് കുറച്ചത് കുടുംബത്തിന് സർപ്രൈസ് നൽകാനെന്ന് പറഞ്ഞു. സഹപാഠികൾക്കിടയിൽ വെച്ച് നിരന്തരം അപമാനിച്ചുവെന്നും നിതിൻ രാജ് അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയും. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നോട് യു ആർ ആൻ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു. കൂട്ടത്തോടെ ആക്രമിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. എന്നോട് പറഞ്ഞു നീ ഗേറ്റിന് പുറത്തു പോയാൽ കൈയും കാലും വെട്ടുമെന്ന്, കൈയില്ലാതെ നീ ജീവിക്കേണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ അതൊന്ന് കാണണമല്ലോ. എന്നെ വെറുതെ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് അമ്മയെയും അമ്മയുടെ സർജറിയെയും കളിയാക്കി. എന്നിട്ട് 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിനോട് സർപ്രൈസായി പറഞ്ഞേക്കൂ എന്നും പറഞ്ഞു. അതുപോലെ എന്നെ ഇന്നലെ ക്ലാസ്സിൽ ഇൻസൾട്ട് ചെയ്തു. ഞാനതൊരു പരിധിവരെ സഹിച്ചു. ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ പൊട്ടിത്തെറിച്ചത്. ക്ലാസ്സിലെ 100-ൽ 99 പേര് നിങ്ങളുടെ അടിമയായിരിക്കും. ഞാൻ എന്തായാലും അതല്ല എന്ന് പറഞ്ഞുവെന്നും നിതിൻ്റെ ആ സന്ദേശത്തിൽ പറയുന്നു. ഇല്ല എന്ന് പലരും പലവട്ടം പറയുമ്പോഴും ഈ കാലത്തും ജാതി നിലനിൽക്കുകയാണ്. വെറും ജാതിയല്ല, രക്തത്തേക്കാൾ കട്ടിയുള്ള ജാതി തന്നെയാണ് പലരുടെയും സിരകളിൽ ഒഴുകുന്നത്. അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇതുപോലെ ഓരോരോ സംഭവങ്ങൾ നടക്കുമ്പോഴാണ്. നമ്മുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ സജീവമായി ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കേണ്ട ഒരു സംഭവമാണിത്. SFI, KSU, ABVP, DYFI, യൂത്ത് കോൺഗ്രസ് ഒക്കെ ആ കോളേജിലേക്കോ ആരോപണ വിധേയരായ അധ്യാപകരുടെ വീട്ടിലേക്കോ ഒരു മാർച്ച് നടത്താത്തത് എന്തുകൊണ്ടാണ്? സാധാരണയായി നോർത്ത് ഇന്ത്യയിൽ ദളിതർക്ക് നേരെ അതിക്രമം ഉണ്ടായാലും ആമസോൺ കാടിന് തീ പിടിച്ചാലും പ്രതിഷേധം നടത്തുന്നവർ ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. നീ പുഴുത്ത പട്ടിയാണെന്നും ഈ കോളേജിൽ പഠിക്കാൻ അർഹതയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന അധ്യാപകർ കേരളത്തിൽ ഉണ്ടാകില്ല എന്നാണ് നമ്മളൊക്കെ കരുതിയത്. എന്നാൽ അഞ്ചരക്കണ്ടി കോളേജിലെ റാം എന്ന അധ്യാപകൻ ആ ധാരണ തിരുത്തിയിരിക്കുന്നു. പഠിക്കാൻ വരുന്ന പാവപ്പെട്ടവന്റെ കയ്യും കാലും വെട്ടുമെന്നാണ് ഈ റാം പറയുന്നത്. എന്നാൽ ഇയാൾക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ സസ്പെൻഷനിൽ മാത്രമായി ഒതുങ്ങിപ്പോകും എന്നത് ഉറപ്പാണ്. ആ കാലയളവിലെ ശമ്പളം പിന്നീട് ഇയാൾക്ക് കിട്ടുകയും ചെയ്യും. അത്രയും നാൾ ജോലിക്കും വരേണ്ട കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ചെലവിൽ കുറച്ച് ലീവ് കിട്ടി എന്ന് മാത്രം.